ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മത്തി കൊണ്ട് തികച്ചും ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1 കിലോ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിവിടെ ഒന്ന് ഇരിക്കട്ടെ. ആദ്യം തന്നെ ഇങ്ങനെ പൊടികൾ തേക്കുകയാണെങ്കിൽ പൊടികളൊക്കെ അതിൽ പിടിച്ച് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ മസാലപ്പൊടികൾ നന്നായിട്ട് അതിലങ്ങോട്ട് പിടിക്കില്ല. പിന്നെ ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും മീഡിയം സൈസിലുള്ള ഒരു 6 അല്ലി ചുവന്നുള്ളി കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് പച്ചക്കുരുമുളകാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പച്ചക്കുരുമുളക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്താൽ മതിയിട്ട്. ആദ്യം നമ്മൾ മസാല പുരട്ടിയ സമയത്ത് നമ്മളിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചതച്ചെടുത്തത് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. മീനിൽ നല്ല പോലെ ഇതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ അരപ്പ് വെച്ചിട്ട് മീൻ പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അരമണിക്കൂറിന് ശേഷം ഈ മീൻ പ്രഷർ കുക്കറിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ 1 കിലോ മീനാണല്ലോ എടുത്തത്. നിങ്ങൾ കുറച്ചും കൂടെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്രഷർ കുക്കറിൻ്റെ അടിഭാഗത്ത് മീനിങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പുളിവെള്ളം ചേർക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ മുതൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ഗ്രേവിയൊന്നും ഇല്ലാതെ വറ്റിച്ച ടൈപ്പിലാണ് വേണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളം ചേർത്താൽ മതി. ഇനി കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. എന്നിട്ട് ആവിയൊക്കെ പോയിട്ട് തുറക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു കുക്കർ മത്തി ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുക്കർ മത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പച്ചക്കുരുമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മുടെ കുരുമുളക് പൊടി ചേർത്താൽ മതി. ആ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അധികം എണ്ണയൊന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്.